മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 5 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. The enzyme involved in the conversion of glucose into alcohol. ഗ്ലൂക്കോസിനെ ആൽക്കോൾ ആക്കി മാറ്റുന്ന എൻസൈം, അതായത് പഞ്ചസാര വെള്ളത്തും ഷുഗർ സൊല്യൂഷനും ആൽക്കോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഈസ്റ്റ് ആഡ് ചെയ്യും. ഈസ്റ്റ് 2 ടൈപ്പ് എൻസൈമിനെ സപ്ലൈ ചെയ്യും, ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസിന്റെ പ്രത്യേകത, അവരെന്ത് ചെയ്യും? ഷുഗറിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും, പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പക്ഷേ ഗ്ലൂക്കോസിനെ ആൽക്കോൾ ആക്കി മാറ്റുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോസിനെ ആൽക്കോൾ ആക്കി മാറ്റുന്നത് ആരാ? സൈമേസ് ആണ്. പറ, സൈമേസ്. മറന്നു പോകരുത്. ഗ്ലൂക്കോസിനെ ആൽക്കോൾ ആക്കി മാറ്റുന്ന എൻസൈം ഏതാ വെച്ചാൽ ZYMAS ആണ്, സൈമേസ് ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എത്തനോൾ കണ്ടെയ്നിങ് ഇൻ വാഷ്? വാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഷുഗർ സൊല്യൂഷൻ അഥവാ മൊളാസസ്, കരിമ്പിൻ ജ്യൂസുള്ള സൊല്യൂഷൻ അല്ലേ? കരിമ്പിന് ജ്യൂസിന് എന്ത് ചെയ്യുക? ഷുഗറൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം ബാക്കി വരുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് മൊളാസസ്. എന്താ വിളിക്കുക? മൊളാസസ്. അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യും. ഈസ്റ്റ് ആഡ് ചെയ്താൽ അത് വാഷായി മാറും. ആ വാഷിൽ എത്ര പെർസെന്റേജാ? 8 മുതൽ 10% വരെ ആൽക്കോൾ ആണ്. 8 മുതൽ 10% വരെ ആൽക്കോൾ. അവരെ ഡിസ്റ്റിൽ ചെയ്താൽ നമുക്ക് ഇത് ആൽക്കോൾ കിട്ടുക. അങ്ങനെ കിട്ടുന്ന ആൽക്കോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പൊ 8 മുതൽ നമ്മൾ കരിമ്പിൻ ജ്യൂസിന് ഷുഗർ എടുത്ത് മാറ്റിയതിനു ശേഷം ബാക്കി കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? മൊളാസസ്. എന്താ വിളിക്കുക? മൊളാസസ്. അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാഷായി മാറും. ക്ലിയർ അല്ലേ? വാഷായി മാറിക്കഴിഞ്ഞാൽ അത് 8 മുതൽ 10% വരെ അതിൽ ആൽക്കോൾ ഉണ്ടാവും. പിന്നെ അതിനെ ഡിസ്റ്റിൽ ചെയ്യും, അതിനെ വേപ്പറാക്കും. വേപ്പറാക്കും, വാറ്റിയെടുക്കുക എന്ന് പറഞ്ഞില്ലേ? ആ വാറ്റാൻ വേണ്ടി വെച്ചാൽ അത് വേപ്പറാവും. എന്നാൽ നമുക്ക് കിട്ടുന്ന ആൽക്കോൾ ആണ് എന്താ? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാ വിളിക്കുക. റെക്ടിഫൈഡ് സ്പിരിറ്റ്. അതെന്ത് ചെയ്യുക? 95%, അങ്ങനെ കിട്ടുന്ന 95.6% ആൽക്കോൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വാഷ്? ഞാൻ പറഞ്ഞല്ലോ 8 മുതൽ 10% വരെ ആൽക്കോൾ അടങ്ങിയ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് വാഷ് എന്ന് പറഞ്ഞാൽ. ഇനി കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും ചേർന്നാൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈലി പോയിസൺ ആയിട്ടുള്ള ഒരു ആൽക്കോൾ ഉണ്ടാവും. ആ ആൽക്കോളിന്റെ പേരാണ് മെത്തനോൾ എന്ന് വിളിക്കുക. മെത്തനോൾ.